അയ്യോ, എന്റെ ജീവിതം നീ കളയും. 10 രൂപ എടുത്തുണ്ടോ? നടക്കൂല. നീ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ആവല്ലേ. ചെറുതായിട്ട് വളർന്നു വന്നതാണ്. അപ്പോൾ നമ്മളത് അഹങ്കരിക്കാൻ പാടില്ല. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് തോമസ്. എവിടെ താമസം? ഞാൻ ഊരുട്ടമ്പലത്ത്. എത്ര കാലം? ഞാൻ പരിപാടി തുടങ്ങിയിട്ട് 10-20 വർഷമായി. പക്ഷെ ഇങ്ങനെ ലൈനിൽ ഞാനിപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം ആണ് ലൈനിൽ. അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ സ്റ്റാളടിച്ചിങ്ങനെ വലിയ കടയിടും. അതെ, ഉത്സവപ്പറമ്പ്. അതെ. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ഇരിക്കുന്ന ലൈനിൽ വണ്ടിയായിട്ട്. എത്ര മണിക്ക് ഇറങ്ങും? ഞാൻ രാവിലെ 8-8:30 ഇറങ്ങും. എത്ര മണിക്ക് തീരും? ഒരു മാക്സിമം 5 മണി. 5 മണി. നമുക്ക് എത്ര രൂപയ്ക്കുള്ള കച്ചവടം നടക്കും? അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 100 രൂപയ്ക്ക് നടക്കും, ചിലപ്പോൾ 5000 രൂപയ്ക്ക് നടക്കും. ചിലപ്പോൾ മഴയൊക്കെയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരും. എന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ്. അല്ല, കുഴപ്പമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെയാണ്. 2 മക്കളുണ്ട്, ഭാര്യ, അവരെല്ലാം വീട്ടമ്പലത്താണ്. ഇപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. അവരെല്ലാം എന്നെ ഒഴിവാക്കി. കുടുംബം അവരെല്ലാം എന്നെ ഒഴിവാക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു ജീവിതം അങ്ങനെ കണ്ടുപിടി. അപ്പം ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. കുടുംബം ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ? അതെ, അങ്ങനെ പോയി. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പം എന്നാലും വേറെ വിഷയം പറഞ്ഞാൽ ദൈവം എന്നെ ആശുപത്രി കിടത്തുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടേ നടന്നു ഞാൻ ഏത് തേരിയിൽ ഇറക്കത്തിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് കിട്ടുന്ന സാമ്പത്തികം അത് ഈ പാവപ്പെട്ടവർക്ക് കുറച്ച് സഹായിക്കുക, ഈ അന്നദാനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവർക്ക് സഹായിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ പഴയടയിൽ ഒരാൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. പഴയടയിൽ അത് അവിടെ മോളെ അയച്ച് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട് ജപ്തിയായിപ്പോയി. അങ്ങനെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ അവർ എൻ്റെ അടുത്ത് വന്നു. അവർക്കിപ്പോൾ 1 ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട്. ഞാൻ 1 ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പേപ്പറൊന്നുമില്ല. ഒരു കണ്ടുള്ള പരിചയത്തിൽ അവർ തരും എന്ന് പറയുന്നു. തന്നാൽ വാങ്ങിക്കാം. ഭാര്യയും മക്കളെയൊക്കെ കാണാറുണ്ടോ? ഇല്ല, ആരും എന്നെ അന്വേഷിച്ച് വരാറുമില്ല. നമ്മൾ പോകുന്നവർക്ക് ഇഷ്ടമല്ല. അത് ഈ മക്കൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ? ആണൊരു പെണ്ണും. അതെ. അവരെ പിന്നെ എത്ര കാലമായി പിരിഞ്ഞിട്ട്? അവരിപ്പോൾ പിരിഞ്ഞിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ പിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി. അതിന് മുമ്പേ 8 വർഷമായി, 10 വർഷമായി. ഇതിപ്പോൾ കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്. അതെ, വണ്ടി അലങ്കാരം. വണ്ടിക്കാർ ഇത് വണ്ടിയിലിടാൻ. അതെ, വണ്ടി അലങ്കാരം. അതെ, വണ്ടി അലങ്കാരം വെച്ച് ഒരു അലങ്കാരത്തിൽ അണ്ണൻ ജീവിച്ചു പോകും. അതെ, ഏതൊന്നും വേറെ ഏത് ഇറക്കത്തിനും കയറ്റത്തിലും വണ്ടി കയറി പോകും. ഒരു ട്രാക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞാനും ദൈവം മാത്രം. അപ്പോൾ താമസം എവിടെയാണ്? താമസം അങ്ങനെയൊന്നുമില്ല, എവിടെ പോയി ഇറക്കാം. അല്ല, വീടായിട്ടില്ല? അങ്ങനെയില്ല, വീടില്ല. ഇല്ല. വണ്ടി ആണോ രാത്രിയാവുന്ന അവിടെ കിടക്കും. ഭക്ഷണമൊക്കെ കടയിലാണ്. അതെ. ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് എവിടെ നിന്ന്? ഇതെല്ലാം മദ്രാസ്, തമിഴ്നാട്. അവിടെ പോയെടുക്കും. അപ്പൊ എങ്ങനെ പോയിരുന്നാലും 10-500 രൂപ നമുക്ക് കിട്ടും. ഒറ്റയ്ക്കുള്ള ജീവിതം. അതെ. ആരെ സഹായമില്ല. അപ്പോ ഈ മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല, ഒരു പ്രയോജനമില്ല. രണ്ടാമത്തെ കേസ് പെട്ടെന്ന് ഒഴിവാക്കിയത് അങ്ങനെയല്ല. അവർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും. അപ്പം കുടുംബമല്ലേ, പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ വാക്കുണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രവൃത്തി ഉണ്ടായിരിക്കാം. അല്ല, അച്ഛൻ്റെ ഈ ജോലിയിൽ ഒരു പിന്നെ മാനക്കേട് കൊണ്ടാണോ? അതിപ്പം പറയാൻ പറ്റില്ല. അവർക്ക് ബുദ്ധിമുട്ട് തോന്നിക്കാണോ അങ്ങനെ അങ്ങ് ഇതായിപ്പോയി. അതൊന്നും അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ല. അപ്പം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നൊരു കാര്യമല്ലേ. ദൈവം ദാനമായിട്ട് തന്നൊരു ജീവനാണ്. അത് നമ്മൾ കളയാൻ പാടില്ല. തന്നല്ല, അത് ദൈവം എപ്പോഴും വിളിക്കുന്നു അപ്പോഴും പോകാം നമുക്ക്. അല്ലാതെ അത് അനാവശ്യമായിട്ട് കളയാനുള്ളതല്ല. ശരി, ഓക്കെ. അല്ല, ഒരാൾ കഞ്ഞി വെച്ചിരുന്നെങ്കിൽ നമ്മൾ നല്ല വഴി ചെയ്യണം. അല്ലാതെ പണത്തിന് വേണ്ടിയുള്ള സ്നേഹം വേണ്ട. പണത്തിന് വേണ്ടിയുള്ള സ്നേഹം എനിക്ക് ഇഷ്ടമല്ല. ഒരാൾ വിശന്ന് വന്നു, അവന് ആവശ്യമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കും. അവന് ആവശ്യമുള്ളത് കഴിക്കാം. അല്ലാത്തൊരു സ്നേഹമല്ല. അതാണ് നമ്മളെ ജീവിതം. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വളർന്നു വന്നതാണ്. അപ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല.